ഞാൻ മാത്യു കോശി. തിരുവല്ല പബ്ലിക് സ്റ്റേഡിയം മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ യുവജനോത്സവമായ ഇണൈമൈ കഴിഞ്ഞിട്ട് 2 ദിവസമായതേ ഉള്ളൂ. 10,000-ലധികം യുവതീ യുവാക്കൾ വിവിധ കോളേജുകളിൽ നിന്നും കലയുടെ മാമാങ്കമായിരുന്നു. തിരുവല്ല പബ്ലിക് സ്റ്റേഡിയം ഒരു വേദിയുമായിരുന്നു. ഇവിടെ പുറത്തുനിന്നൊക്കെ വന്ന അനേകർ ചോദിച്ച ഒരു ചോദ്യം, കേരളത്തിലെ പ്രമുഖ കായിക ഇനങ്ങൾ, കായിക ടൂർണമെൻറ്റുകൾക്ക് വേദിയാകുന്നുണ്ടോ തിരുവല്ല പബ്ലിക് സ്റ്റേഡിയം? നമ്മൾ തിരുവല്ലക്കാരും അനേക വർഷങ്ങളായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഏകദേശം 1985-ലാണ് ഈ സ്റ്റേഡിയം പൂർണ്ണമായി ഉപയോഗത്തിലായി തുടങ്ങിയതെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് 41-ാം വർഷമാണ് ഈ സ്റ്റേഡിയം. 1985-ൽ തുടങ്ങിയ സ്റ്റേഡിയം 1990-ൽ കേവലം 5 വർഷത്തിനുള്ളിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റിന് വേദിയായി. ഇവിടെ ടർഫ് വിക്കറ്റ് പണിത് കേരളവും ഹൈദരാബാദും തമ്മിലൊരു മത്സരം ഇവിടെ നടന്നു. ഞാനത് കണ്ട ആളാണ്. ഒരു കൊച്ചു ബാലനായിട്ട്, 12 വയസ്സുള്ള ഒരു ബാലനായിട്ട് ഞാൻ ഈ ഗ്രൗണ്ടിൽ വന്ന് കണ്ടതാണ് ആ കളി. ഹൈദരാബാദിന് വേണ്ടി ശിവൻലാൽ യാദവ്, അർഷദ് അയ്യൂബ് തുടങ്ങിയ നാഷണൽ പ്ലെയേഴ്സ്, കേരളത്തിന് വേണ്ടി ഇന്ന് ICCയുടെ എലൈറ്റ് പാനലിലെ അമ്പയറായ വേൾഡ് കപ്പ് 2020 നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അനന്ത പത്മനാഭൻ ഇവിടെ കളിക്കാൻ വന്നതാണ്, ലെഗ് സ്പിന്നർ കം ബാറ്റ്സ്മാൻ. അത് കഴിഞ്ഞ് 92-ൽ കേരളവും തമിഴ്നാടും തമ്മിലൊരു രഞ്ജി ട്രോഫി മത്സരം, അത് ഞാൻ വന്ന് കണ്ടതാണ്. തമിഴ്നാടിൽ അന്ന് കൃഷ്ണമാചാരി ശ്രീകാന്ത് 1983-ൽ കപിൽസ് ഡെവിൾസ് എന്ന പേരിൽ ഇന്ത്യക്ക് വേൾഡ് കപ്പ് നേടിത്തന്ന സാക്ഷാൽ ക്ലൈവ് ലോയിഡിൻ്റെ വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ച ആ ടീമിലെ ഓപ്പണിംഗ് ബാറ്റ്സ്മാനായിരുന്ന കൃഷ്ണമാചാരി ശ്രീകാന്ത്. അന്ന് കൃഷ്ണമാചാരി ശ്രീകാന്തിൻ്റെ ഒപ്പ് ഞാൻ വാങ്ങിച്ചതാണ്. ഇതാണ് ആ സൈൻ. അന്ന് ഞങ്ങൾ വാങ്ങിച്ച ഓട്ടോഗ്രാഫ് ബുക്കാണ്. തമിഴ്നാട് പ്ലെയേഴ്സിൻ്റെ എല്ലാം ഒപ്പ് കിട്ടി. അതുകൊണ്ട് വളരെ നൊമ്പരത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് ഈ സമയത്ത്. അതിനുശേഷം തന്നെ കൗമുദി ട്രോഫി എന്ന പേരിൽ കേരളത്തിലെ പ്രമുഖ ടീമുകളൊക്കെ പങ്കെടുത്ത നല്ല ഒരു ഫുട്ബോൾ മത്സരവും നടന്നു. എന്നാൽ തിരുവല്ല നിവാസികൾ കഴിഞ്ഞ ഒരു 20-25 വർഷമായിട്ട് അങ്ങനെ പ്രമുഖമായ ഒരു ടൂർണമെൻറ്റ് കാണുന്നില്ല. ഒരു കായിക മാമാങ്കം ഇവിടെ നടക്കുന്നില്ല. എന്തുകൊണ്ടാണ്? തിരുവല്ല സ്റ്റേഡിയത്തിൻ്റെ സ്ഥിതിയെപ്പറ്റി അനേക വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അനേക പ്രതിഷേധ മീറ്റിങ്ങുകൾ നടത്തിയിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയാണ്, തിരുവല്ല മുനിസിപ്പൽ കൗൺസിലാണ് ഇതിൻ്റെ സ്റ്റേഡിയത്തിൻ്റെ ഉടമസ്ഥ അവകാശം കൈയാളുന്നത്. അനേക ചർച്ചകൾ അവിടെ നടക്കുന്നുണ്ട്. ഇനി മാസ്റ്റർ പ്ലാനുകൾ അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത ഇത്ര വർഷത്തിനുള്ളിൽ. തിരുവല്ലക്കാർക്ക് അറിയണം സ്റ്റേഡിയത്തിൻ്റെ, ഞങ്ങളുടെ സ്റ്റേഡിയത്തിൻ്റെ, നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്. അതുകൊണ്ട് തിരുവല്ല നഗരസഭയോടെ ഒരു അപേക്ഷയുണ്ട്, ഒരു തിരുവല്ല ജനങ്ങൾക്ക് വേണ്ടി ഒരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളൊരു ധവളപത്രം പുറപ്പെടുവിക്കുക, ഒരു വൈറ്റ് പേപ്പർ. അത് എത്രയും വേഗം വേണം. തിരുവല്ല സ്റ്റേഡിയത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്, ഇതിനെ അടുത്ത 5 വർഷം കൊണ്ട് എങ്ങനെ മാറ്റും, അടുത്ത 10 വർഷത്തിനുള്ളിൽ എങ്ങനെ മാറ്റും, അതിന് എത്രയധികം പണം വേണം, ആ പണം എങ്ങനെ നമുക്ക് കണ്ടെത്താം, ഇതിനെപ്പറ്റി തിരുവല്ല ജനങ്ങൾക്ക് അറിയുവാൻ താല്പര്യമുണ്ട്. ദയവായി ഒരു ധവളപത്രം എത്രയും പെട്ടെന്ന് പുറപ്പെടുവിക്കണമെന്ന് നഗരസഭ അധികാരികളോട് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ തിരുവല്ലയിലെ ജനങ്ങൾക്കും ചെയ്യുവാൻ ധാരാളം കാര്യങ്ങളുണ്ട്. ഞങ്ങൾ തിരുവല്ല മാർത്തോമ കോളേജിൽ പഠിക്കുമ്പോൾ നാഷണൽ സർവീസ് സ്കീമിൻ്റെ വോളണ്ടിയേഴ്സായിട്ട് 1998-ലാണെന്നാണ് തോന്നുന്നത്, ഒരു ദിവസം, ഒരു ഗാന്ധി ജയന്തി ദിവസത്തിലാണ് ഇവിടെ ഒരു 100-200 NSS വോളണ്ടിയേഴ്സ് വന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ സ്റ്റേഡിയം മൊത്തം ക്ലീൻ ചെയ്തത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാനും അതിൻ്റെ ഭാഗമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു മീറ്റിംഗ് കടമനട്ട MLA സാറായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്, രാമകൃഷ്ണൻ കവി. അദ്ദേഹം വന്നൊരു ക്ലാസ്സും ഒക്കെ എടുത്തു. ഞങ്ങളെല്ലാം ഇവിടുന്ന് കപ്പയും ഒക്കെ കഴിച്ചത് നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ട് തിരുവല്ലയിലെ ജനങ്ങൾ ഏപ്രിൽ മാസം മധ്യവേനൽ അവധി വരികയാണ്. രാവിലെ വരിക, കുഞ്ഞുങ്ങൾ വരിക, കുട്ടികൾ വരിക, ഓരോ കോർണറായിട്ട് അങ്ങോട്ട് ഒക്യുപ്പൈ ചെയ്യുക. ഓരോ മൂലയ്ക്ക് ഇവിടെ ഒരു 50 ചെറിയ ചെറിയ ഗ്രൗണ്ടുകളായിട്ട് ക്രിക്കറ്റ് കളിക്കുക, ഫുട്ബോൾ കളിക്കുക, ബാഡ്മിൻ്റൺ കളിക്കുക, ബാസ്കറ്റ് ബോൾ, വോളിബോൾ ഇവിടെ കളിച്ച് ഈ ഗ്രൗണ്ടിനെ തിരുവല്ലക്കാർ ഏറ്റെടുക്കുക. ഇവിടുത്തെ പുല്ലൊക്കെ തന്നെ പോയിക്കോളും. അതുകൊണ്ട് തിരുവല്ലക്കാർ ഈ മധ്യവേനൽ അവധിക്ക് ഗ്രൗണ്ടിലേക്ക് വരിക, കളിക്കുക. നമുക്ക് നല്ല ഒരു ഫെസിലിറ്റീസാണ് ഇവിടെ. ഇപ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്, കുറച്ച് 2 മീറ്ററൊക്കെ മണ്ണിട്ട് പൊക്കണം എന്നൊക്കെയാണ് ഇപ്പോൾ പഠനങ്ങൾ പറയുന്നത്. അതൊക്കെ എന്തായാലും നമുക്ക് ചെയ്യാം. എന്നാലും ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് മിനിമം ഒരു സ്കൂൾ തലത്തിലുള്ള ഒരു സംസ്ഥാന കായികമേളയൊക്കെ നടത്തുവാനുള്ള ശ്രമം നമ്മൾ നടത്തണം. അടുത്ത 2 വർഷത്തിനുള്ളിൽ ഒരു സ്കൂൾ കായികമേള ഇവിടെ നടത്തണം. പിന്നെ നമ്മുടെ ഈ തിരുവല്ല പരിസരത്ത് അനേക സ്കൂളുകളുണ്ട്, അനേക കോളേജുകളുണ്ട്, പ്രൈവറ്റ് മാനേജ്മെൻറ്റ് കോളേജുകളുണ്ട്. അവരുടെ ആനുവൽ സ്പോർട്സ് ഡേ ഒക്കെ നടത്താൻ ഒരു ഗ്രൗണ്ട് ഇല്ലാതിരിക്കുകയാണ്. അതിനുള്ള ഒരു സ്ഥിരം വേദിയാക്കിയും മാറ്റണം. അതുകൊണ്ട് നമ്മൾ തിരുവല്ലക്കാർക്ക് ഒരിക്കലും ഈ തിരുവല്ല സ്റ്റേഡിയത്തെ ഉപേക്ഷിക്കാനാവത്തില്ല.
തിരുവല്ലക്കാർ ഒരുമിച്ച് വന്ന് നഗരസഭയോടുകൂടി, നമ്മളിവിടെ ആരെയും പരസ്പരം വിമർശിക്കാനോ എതിർക്കാനോ ഒന്നുമല്ല, നമുക്ക് ഒരുമിച്ച് തിരുവല്ലയ്ക്ക് വേണ്ടി നല്ലതുപോലെ ചെയ്യണം.